മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നീ 4 അഭിനേതാക്കൾക്കെതിരെ, പുരുഷന്മാരായ അഭിനേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് നടി മിന്നു മുനീർ. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഈ 4 പേരും പീഡിപ്പിക്കാൻ ശ്രമിച്ചു. മലയാള സിനിമ ഉപേക്ഷിച്ച് ഇവരെയൊക്കെ ഭയന്ന് ചെന്നൈയിലേക്ക് പോകേണ്ടി വന്നുവെന്നും നടി പറയുന്നു. ആ നടിയുമായിട്ടുള്ള സംഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് തത്സമയം. അത് കാണാം. തൻ്റെ ഇടം നട്ടല് കാണിച്ചു. എന്താണ് അത്തരത്തിൽ ഇവരുടെ പേര് വെളിപ്പെടുത്തണം, പ്രമുഖരെന്ന് മാറ്റിവെച്ച് ഇവരുടെ പേര് സമൂഹം അറിയണമെന്നൊരു തീരുമാനമെടുക്കുന്നതിന് പിന്നിലുള്ള ചേതവികാരം? കാരണം നമ്മുടെ സമൂഹത്തിൽ ഇവർ മാത്രമല്ല, പലരും മുഖംമൂടികളണിഞ്ഞ് മാന്യന്മാരായിട്ട് നമ്മളെ മനുഷ്യരെ പൊട്ടന്മാരാക്കുന്നവരുണ്ട്. അവരുടെ മുഖംമൂടി വലിച്ചു കീറുക തന്നെ വേണം. അത് ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇനി വേണ്ട. നമുക്ക് നല്ലൊരു സമൂഹം വരട്ടെ, ന്യൂ ജെൻ മുൻപോട്ട് വരട്ടെ. ഇവരുടെ പൊയ്മുഖം, ഇവർ കുറെ ആറാടി, നമ്മുടെ ഈ ഫിലിം ഫീൽഡിലെ കുറച്ച് ആറാടി നല്ലതായിട്ട് ആടി തിമിർത്ത് പലരുടെയും ജീവിതം ഇവർ നശിപ്പിച്ചു. ഇനി ഇവരങ്ങ് തൽക്കാലം മാറി നിൽക്കട്ടെ, ന്യൂ ജെൻ വരട്ടെ. തീർച്ചയായും മിന്നുവിന്റെ ആർജവമുള്ള ഇന്നലത്തെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അർദ്ധരാത്രിയോടുകൂടി ഫേസ്ബുക്കിൽ അവർ അത് പങ്കുവെക്കുന്നു. ഇന്ന് രാവിലെയോടുകൂടി കേരളം മൊത്തം അത് ഏറ്റെടുക്കുന്നു. കേരളത്തിലെ ചലച്ചിത്രത്തെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തടക്കം വലിയ ചർച്ചകൾക്ക് വിധേയമാകുന്ന, പ്രത്യേകിച്ച് കൊല്ലം MLA, ഇടതുപക്ഷത്തു നിന്നുള്ള MLA ആണ് കൊല്ലം MLA M മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച മിന്നു മുനീറിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കേരളം ഏറ്റെടുക്കുന്നു. വലിയ ചർച്ചയാകുന്നു. ഇന്ന് വലിയ ചർച്ചയിലേക്ക് അത് വഴിവെക്കുകയാണ്. അവരുടെ എന്തുകൊണ്ട് താൻ ഇത്തരത്തിൽ ആളുകളുടെ പേരെടുത്തു പറയാൻ തയ്യാറായി, അതോടൊപ്പം തന്നെ അവർക്ക് നേരിട്ട ദുരനുഭവം, സിനിമാ സെറ്റിൽ നിന്നും അവർക്കുണ്ടായ ദുരനുഭവം തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. പോരാട്ടത്തിൽ നിന്ന് ഒരടി പിറകോട്ടില്ല. ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സിനിമയ്ക്കകത്ത് ഒരു ശുദ്ധികലശം ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് മിന്നു മുനീർ ഇപ്പോഴും പങ്കുവെക്കുന്നത്. തന്റെ പോരാട്ടത്തിൽ നിന്ന് ഒരടി പോലും പിറകോട്ടില്ല. മലയാള സിനിമയെ ശുദ്ധീകരിക്കാൻ താൻ ഇനിയും മുന്നോട്ട് പോകും, താൻ ഏതറ്റം വരെയും പോരാടും. അതോടൊപ്പം തന്നെ നിർജീവമായി വനിതകൾക്ക് പ്രവർത്തിക്കാനുള്ള ബെഡ് ഷെയറിങ്ങും അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റും ഇല്ലാത്ത രൂപത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ തങ്ങളുടെ സർഗവാസന പങ്കുവെക്കാനുള്ള അവസരം വരും തലമുറയ്ക്കും, അതായത് ഇനി വരുന്ന പുതുതായി കടന്നു വരുന്ന ആളുകൾക്ക് ഇനിയെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് മിന്നു മുനീർ പങ്കുവെക്കുന്നത്. ക്യാമറ പേഴ്സൺ രവി മേനോനൊപ്പം നിതിൻ പ്രഭാകരൻ, കേരള വിഷൻ ന്യൂസ്. വളരെയധികം